സോ ചേട്ടാ, നമ്മൾ ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഒരു കാര്യം മെൻഷൻ ചെയ്യാതെ പറ്റില്ല. പടക്കളം സിനിമ ഭയങ്കര അടിപൊളി സിനിമയായിരുന്നു. അപ്പോൾ എനിക്കത് തിയേറ്ററിൽ തന്നെ പോയി കണ്ടതിൽ സന്തോഷം തോന്നി ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. സോ ചേട്ടാ, നമ്മളിങ്ങനെ സ്വാപ്പ് ചെയ്യുന്ന ക്യാരക്ടറാണല്ലോ അതിനകത്ത് ചെയ്യുന്നത്. അപ്പം ഇപ്പം സുരാജേട്ടനാണെങ്കിലും ചേട്ടനെ ആണെങ്കിലും നമ്മൾ ഒരുപാട് സിനിമയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം നിങ്ങളുടെ മാനറിസംസ് ഒക്കെ. സുരാജേട്ടൻ്റെയൊക്കെ ചെറിയ മൈന്യൂട്ട് കോമഡി മാനറിസംസ് വരെ നമ്മൾ എത്ര കാലമായിട്ട് കാണുന്നതാണത്. അപ്പം നമ്മൾ സ്വാപ്പ് ചെയ്തിട്ട് ആ ക്യാരക്ടറിലേക്ക് എത്തി അത് ആൾക്കാരിലേക്ക് ഫലിപ്പിച്ച് വരിക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള സാധനമാണ്. അപ്പം നമുക്കതൊരു പാർട്ട് ഓഫ് ആക്ടിങ് ലേണിംഗ് കൂടെ. അപ്പം ചേട്ടൻ്റെ ഒരു കട്ട് റീൽ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഓടുന്നുണ്ട്. അതായത് ആ ക്ലാസ് റൂം സീൻ ഉണ്ടല്ലോ, അതായത് ചേട്ടൻ ഇങ്ങനെ സുരാജേട്ടൻ്റെ ഒരു ഫേസ് എക്സ്പ്രഷൻ ഇട്ട് നോക്കുന്ന ഒരു സീനുണ്ട്. സോ ചേട്ടാ, ഹൗ ഇസ് ദാറ്റ്? അതായത് ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും കണ്ടു മറന്ന ഒരു ആക്ടറിനെയാണ് നമ്മൾ സ്വാപ്പ് ചെയ്ത് നമ്മൾ ആക്ട് ചെയ്യുന്ന ഒരു സാധനം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് അത്രയും ഭയങ്കരമായിട്ട് അത് തോന്നുന്നില്ല. അതെങ്ങനെയോ അതങ്ങനെ എല്ലാവർക്കും തോന്നുന്നു. ഓക്കെ, അതെന്റെ ഭാഗ്യമാണ്. അതല്ലാതെ ഞാൻ പറയുന്നത് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ ഷാജി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇത് ചെയ്യണം. അപ്പോൾ ഞാൻ ശരിക്കും സുരാജേട്ടൻ ആ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ സുരാജേട്ടൻ അല്ലാത്ത സീനുകളിൽ കുറച്ചൊരു ഇച്ചിരി സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് മാല പൊട്ടിച്ചെടുക്കാൻ വരുന്ന സീൻ വരുമ്പോഴും സുരേട്ട അങ്ങനെ വന്നപ്പോൾ മാത്രമാണ് ഞാൻ സുരേൻ്റെ അടുത്ത് സുരേട്ട എനിക്ക് ഇച്ചിരി കുറച്ച് ഓവറാക്കി ചെയ്താലും നമുക്കിത് സ്വാപ്പിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സുരാജന്റെ ക്യാരക്ടറിനെ എനിക്ക് സുരാജനെ ഫോളോ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഷാജി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ക്യാരക്ടർ ആ സമയത്ത് കുറച്ച് നാൾ കോളേജിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഇത്തിരി വട്ടായിട്ട് വന്ന പോലത്തെ ഒരു ആ പെർഫോമൻസിൽ വന്ന സുരാജേട്ടനെയാണ് ഞാൻ ട്രൈ ചെയ്തത്. അല്ലാതെ മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുരാജേട്ടനെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഒരു നമ്മളെ ചെയ്യുമ്പോൾ മിമിക്രി പോലെ ആവരുതല്ലോ, അല്ലെ? അപ്പൊ അതുകൂടി നോക്കണം. അപ്പൊ അങ്ങനെ ചെയ്താണ്. പക്ഷെ ഞാൻ ശരിക്കും മനസ്സിൽ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല, സുരാജേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സത്യമായിട്ട് പറഞ്ഞു, ഞാനൊരു ഒരു ഐഡിയ പിടിച്ചിട്ടാണ് നിന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഗൈസ് ഇനി നമുക്കൊരു ചെറിയ ഗെയിം സെഷനിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, കുറെ സിനിമയുടെ കാര്യം പറഞ്ഞില്ലേ? എന്താ എന്താ പറഞ്ഞേ? നമ്മൾ കുറച്ച് സിനിമയുടെ വിശേഷം പറഞ്ഞില്ലേ, നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, സോ അതായത് എന്റെ കയ്യിൽ കുറച്ച് സിനിമയിലെ ഫേമസ് ഡയലോഗുകൾ ഉണ്ട്. ഓക്കെ, അത് ഏത് സിനിമയാന്ന് പറയണം. എങ്ങനെ ഓർഡർ? ഓർമ്മ വരുന്നവർക്ക് പെട്ടെന്ന് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഇടരുത്. ഓക്കെ, ഗോ അവേ സ്റ്റുപ്പിഡ് ഇൻ ദ ഹൗസ് ഓഫ് മൈ വൈഫ് ആൻഡ് ഡോട്ടർ. മഴ പെയ്യുന്നു മതലം കെട്ടുന്നു. ഓക്കെ, ഇതിപ്പോ എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഞാൻ ഓരോരുത്തരോട് ചോദിക്കാം. ഓക്കെ, അത് ഇവിടുന്ന് തുടങ്ങാം. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് KK ജോസഫ്. പറഞ്ഞു കൊടുക്കല്ലേ, വിയറ്റ്നാം കോളനി. ഓക്കെ, പേര് കിട്ടാൻ ഇത് എളുപ്പ. ഇതെന്റെ പുത്തൻ റേബാൻ ഗ്ലാസ്. വേലക്കാരി ആയിരുന്നാലും നീയൻ മോഹൻലി. വേലക്കാരി ആയിരുന്നാലും ഓക്കെ. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെയായിരുന്നു? അയ്യോ ചേട്ടൻ ശവമായ പോലെ പവനായി ശവമായി. ഫോണെ ഫ്രണ്ട് കോളെ ഫ്രണ്ട് അതല്ലേ ഗെയിം. മൊയ്തീനെ ആ ചെറിയ സ്പാനറിങ് എടുക്ക്. ഓക്കെ, ഐ ആം ദ സോറി അളിയ. ഐ ആം ദ സോറി അളിയ. മറ്റേ ഇതല്ലേ സെലിമേട്ടനല്ലേ? കറക്റ്റാ. സെലിമേട്ടനാ പറയുന്നത്. ഐ ആം ദ സോറി അളിയ മറ്റേ ഇതാണോ? ചോക്ലേറ്റ്. നീ പറഞ്ഞ ചോദ്യം ഞാൻ ചേട്ടാ എനിക്ക് നേരത്തെ വലിച്ച ബീഡി തരുമോ? നേര തിരുമേനി തിരുപ്പതിയായി. നേര തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. എന്നാ അല്ലേ? അമരത്തിലെയാണോ? നേര തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അമരാണ്. അമരത്തിലല്ലേ? എനിക്കിനി തെറ്റിയതാണോ? ചെക്ക് ചെയ്ത് നേര തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ലേലം. എന്നെ ആക്കി തരുന്നില്ല, എനിക്ക് മനസ്സിലായില്ല.
ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ശരിക്കും ചേട്ടൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് ചെയ്തെടുത്തോണ്ട് വന്ന് തെറ്റിപ്പോയത് ഞാൻ ഓർത്തു. ഓക്കെ, അടുത്തത് ഭയങ്കര എളുപ്പമായി. അടുത്തത് ഭയങ്കര എളുപ്പം. അടുത്തത് ഗെയിം തീരാൻ പോയത് കാരണം ഞാൻ ഭയങ്കര എളുപ്പമുള്ള ഒരെണ്ണം പറയാം. മുതലാളി ജംഗ് ചക ചക. പഞ്ചാബി ഹൗസ്. യെസ്, ഓക്കെ. സോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു നിങ്ങൾ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു റീൽ ഭയങ്കര വൈറലായിരുന്നു. അതായത് ചേട്ടൻ ഇരുന്നിട്ട് വിനയ് ഫോർട്ട് ആ സംഭവം പറയുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കാന്ന് വെച്ചാൽ നിങ്ങളോട് രണ്ടുപേരോടും ഷറഫുദ്ദീൻ ഒരു വിനയ് ഫോർട്ട് എന്ന് ചോദിച്ചാൽ എന്താ പറയുന്നതെന്ന് വേണ്ട, ഈ രണ്ട് ആക്ടേഴ്സിലും നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫാക്ടർ എന്താ? എന്തെങ്കിലും പൊക്കി പറയാം. നമ്മള് കൂട്ടുകാരല്ലേ, വെറുതെ നമ്മുടെ ബന്ധം ഉണ്ടാക്കണം. ഈ ഒറ്റ ഇന്റർവ്യൂ കിട്ടും. പറഞ്ഞോളൂ, സിറാജിന് എന്തോ പറയാനുണ്ട്. ഇല്ല, എനിക്ക് പറയാനുള്ളതെന്ന് ഇവർ രണ്ടുപേരും ഒരു സിനിമയില് നിൽക്കുക എന്ന് പറയുന്നത് ഫ്രം ദി ബിഗിനിങ് അതൊരു സ്ട്രഗിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം ഷർഫുക്ക എല്ലാം പണ്ട് തൊട്ടേ ഞാൻ കാണുന്നത് ഒരു ബേസ് അവര് കഷ്ടപ്പെട്ടിട്ട്, അതായത് മറ്റേ ആലുവ അവിടെ ബേസിൽ നിന്നും വർക്ക് ചെയ്ത് സിനിമയിലെത്തി, സിനിമയിൽ സ്ട്രഗിൾ ചെയ്ത് തന്നെ നിന്ന ആർട്ടിസ്റ്റുകളും ഇപ്പൊ ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ വന്നു നിൽക്കുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെയാണ്. മറ്റേ രീതിയിൽ പറയല്ലേ അല്ല, അത് ഫോർ മീ എനിക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് രണ്ടുപേരും. അതെ, വിനയ് എന്നെ സംബന്ധിച്ചിടത്തോളം വിനയ് ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പക്ഷെ നമ്മളെക്കാളും മുമ്പേ ഇതിനൊക്കെ മുമ്പേ ആയിട്ട് ചിലപ്പോൾ ആഗ്രഹിച്ച ഒരാളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വിനയ് അതിനു വേണ്ടി ചെയ്യുന്ന ഹാർഡ് വർക്ക് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഞാൻ. വിനയ് ഇത് പോയി എന്താ പറയാ പഠിച്ച ആളാണ്. നമ്മളുടെ ഈ ജനറേഷനിൽ അങ്ങനെ ഫിലിം സ്കൂളിൽ പോയി പഠിച്ച ഒരാളാണ്. സിനിമ അത്ര ഇൻവോൾവ് ആയി നിന്ന് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് അയാൾ ട്രൈ ചെയ്യുന്ന സിനിമകളൊക്കെ ഭയങ്കര രസമുള്ളതാണ്. പെരുമാനിയാണെങ്കിൽ ക്യാരക്ടർ ലുക്ക് ഭയങ്കര സംശയമാണെങ്കിലും എല്ലാം അങ്ങനെ ട്രൈ ചെയ്യുന്നു. ഞാൻ സംശയം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ രാജേഷിനോട് പറഞ്ഞു എനിക്ക് ആ ക്യാരക്ടർ വിനയ് ഫോർട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വിനയ് ഫോർട്ടിനോട് ഞാൻ പറയാം എനിക്ക് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ വിളിച്ച് പറയാം. അപ്പൊ ചിലപ്പോ എടോ എന്ത് പരിപാടിയാടോ താൻ എൻ്റെ അടുത്ത് ക്യാരക്ടർ ചോദിക്കുന്നു എന്നൊക്കെ ചിലപ്പോ പറയുമായിരിക്കും. പക്ഷെ എന്താ പറയാ അയാള് ട്രൈ ചെയ്യുന്ന സിനിമകളും ഭയങ്കര രസമുള്ളതാണ്. ഈ സംശയം, ആട്ടം, പെരുമാനി. അപ്പൊ ഈ അടുത്ത് വന്ന പല സിനിമകളിലും എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് തോന്നിയത് ഇവര് രണ്ടുപേരുടെയും ആഗ്രഹം മാത്രമല്ല, ഒന്ന കാലം മുതൽ എനിക്ക് ഷർഫിനെ അറിയാം, ആഗ്രഹത്തിനൊപ്പം അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ ആഗ്രഹം കൊണ്ട് വെറുതെ പരിക്കാതിരുന്ന് മോഹങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, വെറുതെ ആകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ലാണ്ട് പണിയെടുത്ത് ഇവിടെ എത്തിയതിൽ ഒരു പ്രൊഡ്യൂസറെ കണ്ടതിലും ഭയങ്കര സന്തോഷം തന്നെയാണ്. ഞങ്ങള് വളരെ ആദ്യം മുതൽ അറിയാവുന്ന സുഹൃത്തുക്കളാണ്. ഞാൻ സിനിമാകാരനാവുന്നതിനൊക്കെ മുമ്പ് ഭഗത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കി തന്ന ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞങ്ങള് കുറെ കാലം മുമ്പേ അറിയാവുന്നവരാണ്. അപ്പൊ ഭഗത്ത് ഈ സിനിമയിൽ വന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ കാസ്റ്റിങ്ങിന്റെ സമയത്ത് നമ്മൾ ചിലപ്പോ പെട്ടെന്ന് ഭഗത്തിന് എൻ്റെ ഓർമ്മയിലേക്ക് വരുത്തിയതിൽ ഒരു കാരണം എന്തോ ഉണ്ടാവുമല്ലോ. പക്ഷെ ഭഗത്ത് വന്നത് എനിക്ക് ഭയങ്കര പേഴ്സണലി അതിലൊരു എന്തോ കാരണം ഉണ്ട്, അതിലൊരു സന്തോഷവും. നമ്മുടെ കൂട്ടുകാർ ഇപ്പം ഇവനായാലും എല്ലാവരും ഓരോ പടി ഉയർന്ന് പൊങ്ങുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. ആ ഒരു സന്തോഷം കിട്ടിയതാണ് ഇപ്പോൾ ഇവൻ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടപ്പോൾ കൊള്ളാമല്ലോ, അടുത്തൊരു സ്റ്റേജിലേക്ക് കയറുവാണല്ലോ. അപ്പോൾ അതിലൊത്തിരി പൊട്ടളിയായിരിക്കണല്ലേ.